പിന്നെ ഇപ്പം എൻ്റെ മുന്നിലൂടെ പോകുന്നതെന്താണെന്ന് പറയുന്നത്, ഇതാണ് ട്രാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ അവിടുത്തെ റോഡിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ബസ് എന്താ പറയുക, തിങ്ങി നിറച്ച് ബസ് ആളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വീഴുന്നു മരിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് നമ്മുടെ റോഡിലൂടെ ബസ് ഓടുന്ന പോലെ തന്നെ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ആൾക്കാരെ കുത്തി നിറച്ച് പോകുന്നതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. വളരെ എന്താ പറയുക, മാന്യമായ പെരുമാറ്റം, വളരെ എന്താ പറയുക, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളേ ഇവിടെ ഉള്ളൂ. ട്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൊയേഷ്യയ്ക്ക് ട്രാമുകളുടെ സമ്പന്നമായൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് സത്യം. നിരവധി നഗരങ്ങളിൽ ട്രാം ശൃംഖലകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതായത് ക്രൊയേഷ്യയുടെ ക്യാപിറ്റലായ സാഗ്രബിൽ ക്രൊയേഷ്യയിലെ ഏറ്റവും വലുതും വിപുലവുമായ സാഗ്രബ് ട്രാം ശൃംഖലയാണുള്ളത്. അതായത് 15 പകലും 4 രാത്രിയിലും, അങ്ങനെയാണ് ഇത് ഇവിടെ ഓടുന്നത്. പിന്നെ ഒസിജക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമത്തെ, അതായത് ട്രാം ശൃംഖലയിലെ രണ്ടാമത്തെ വലുതാണ്. അവിടെ 2 ലൈനാണ് മൊത്തം ഉള്ളത്, അതായത് 12 കിലോമീറ്റർ നീളത്തിൽ. ഇനി ഡുബ്രോവ്നിക്കിന് 1910 മുതൽ 1970 വരെ ഒരു ട്രാം ശൃംഖല ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് പ്രവർത്തനക്ഷമമല്ല. ഇനി ഇതിൻ്റെ സാഗ്രബിൽ നമുക്കൊരു വണ്ടിയുടെ, അതായത് ട്രാമിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1891 സാഗ്രബിൽ ആദ്യത്തെ കുതിരവണ്ടി ട്രാം ലൈൻ തുറന്നു. അത് ഗൂഗിളിലൊക്കെ നോക്കി അവൈലബിൾ ആണ്, ഇതൊക്കെ അറിയാൻ പറ്റും. 1910 സാഗ്രബിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രാം ലൈൻ വന്നു. പിന്നെ 1950 മുതൽ 60 വരെ ഒസിജക്കിലും ഇതുപോലെ, അതായത് ഡുബ്രോവ്നിക്കിലും ട്രാമുകൾ തുടങ്ങി. പക്ഷേ 1970 ഡുബ്രോവ്നിക്കിൽ ട്രാം നിർത്തി. ഇതിൽ ഒരു 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ട്രാമുകളുണ്ട്. ഒന്ന് TMK 2200 ടാട്ര T4YU എന്ന് പറഞ്ഞിട്ട് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാമുകളാണ് നിലവിലുള്ളത്. പിന്നെ ക്രൊയേഷ്യയിലെ ട്രാം നെറ്റ്വർക്ക് എന്ന് പറയുന്ന രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അതായത് താമസക്കാർക്കോ സന്ദർശകർക്കോ ആർക്ക് വേണമെങ്കിലും ഒരുപോലെ കാര്യക്ഷമമാണ്. അതായത് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ളൊരു യാത്രാ സംവിധാനം തന്നെയാണ് ട്രാം നമുക്ക് തരുന്നത്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതെന്ന് പറയുന്നത് ട്രാം സ്റ്റോപ്പുകളിൽ, അതായത് ഇത് നിർത്തുന്ന സ്റ്റോപ്പുകളിലൊക്കെ മെഷീനുകളിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതായത് ന്യൂസ് സ്റ്റാൻഡ്, മറ്റേ കിയോസ്ക് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പിൻ്റെ കിയോസ്ക് അല്ലെങ്കിൽ സെറ്റ് ആപ്പ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് എടുത്തിട്ട് ട്രാമിനുള്ളിൽ കയറി ഇതിന് വാലിഡേഷൻ മെഷീനിൽ ടിക്കറ്റ് സ്റ്റാമ്പ് ചെയ്യണം. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ടിക്കറ്റ്, ഡേ ടിക്കറ്റ്, മന്ത്ലി ടിക്കറ്റ്, അങ്ങനെ ഓരോരോ ഇതാണ്. അതിനനുസരിച്ച് പിന്നെ എത്ര ഇതാണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറി മാറി വരും. പിന്നെ ട്രാമിലെ ഡ്രൈവർമാരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ട്രാം സ്റ്റോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ കിയോസ്കുകളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ്. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാം.